ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതായത് ഏകദേശം ഒരാഴ്ചക്ക് മുന്നേ തീരുമാനിച്ചതായിരുന്നു കേട്ടോ, ഒന്ന് നസ്രത്ത് വരെ പോയിട്ട് വരാമെന്ന്. ഇസ്രയേലിലെത്തിയിട്ട് പുറത്തൊന്നും ഇറങ്ങാത്ത എനിക്ക് അതൊരു ചേഞ്ച് ആകുമെന്ന് ഞാനും കരുതി. മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ എന്ന് ചോദിച്ചാൽ ഒരു പൊടിക്ക് കൂടുതലാണ് കേട്ടോ. കാരണം നാട്ടിൽ നിന്നും കൊണ്ടുവന്ന മേക്കപ്പ് സാധനങ്ങളൊക്കെ തീരണമല്ലോ. ഈ വീട്ടിലിരിക്കുമ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിനോടെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി പോകാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു. ബസ് വന്നു. ഈ ബസ്സിലെ യാത്ര ആദ്യ അനുഭവമാണ് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം. നാട്ടിലെ പോലെ ബസ്സിൽ കണ്ടക്ടറൊന്നും ഇല്ല കേട്ടോ. പകരം നമ്മളൊരു റീചാർജ് ചെയ്ത കാർഡ് ബസ്സിൽ കയറുന്നതിന് മുന്നേ പഞ്ച് ചെയ്താൽ മതി. ഓരോ സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പും ബസ്സിൽ അതാത് സ്ഥലത്തിൻ്റെ പേര് എഴുതി കാണിക്കുന്നുണ്ടാവും കേട്ടോ. ശരിക്കു പറഞ്ഞാൽ ഇസ്രയേലിലെ ഒരു പുരാതന പട്ടണവും ചരിത്രപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രവുമാണ് നസ്രത്ത്. ഇസ്രയേലിലെ ലോവർ ഗലീലി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നസ്രത്ത് യേശുക്രിസ്തുവിൻ്റെ ബാല്യകാലം ചെലവഴിച്ച സ്ഥലമാണ്. ഇത് കണ്ടപ്പോൾ ഇവർ രണ്ടും ഒളിച്ചു മൊത്തം കളിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല കേട്ടോ, ഞങ്ങൾ ബസ്സിനകത്ത് നിന്നപ്പോൾ ബസ് സ്റ്റോപ്പിൽ കണ്ട ഒരു പൂച്ചയാണ് കേട്ടോ അത്. ആ പൂച്ച ഒരു തരത്തിലും ചേച്ചി ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്നൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കൃത്യസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മെഡിറ്ററേനിയൻ കടലിനും ഗലീലിയ കടലിനും ഏതാണ്ട് മധ്യേ ഹൈഫയ്ക്ക് 32 കിലോമീറ്റർ തെക്കുകിഴക്ക് സമുദ്രനിരപ്പിൽ നിന്ന് സുമാർ 340 മീറ്റർ ഉയരത്തിൽ കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നസ്രത്ത് റോമൻ ബൈസാൻഡിയൻ കാലഘട്ടത്തിൽ ഇതൊരു ജൂത ഗ്രാമമായിരുന്നു. ഇന്ന് ഇസ്രായേലിലെ ഏറ്റവും വലിയ അറബ് നഗരവും പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രവുമാണിത്. 1948 പാലസ്തീൻ യുദ്ധത്തെ അതിജീവിച്ച പ്രമുഖ അറബ് നഗരമാണിത്. ഇന്ന് ഇസ്രായേലിൻ്റെ വടക്കൻ ഭാഗത്തുള്ള ഒരു പ്രധാന വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രമാണ് നസ്രത്ത്. ബൈബിൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച ദേവാലയം, വിശുദ്ധ മേരിയുടെ നീരുറവ, യേശുക്രിസ്തുവിൻ്റെ തിരുവത്താഴ മേശ എന്നറിയപ്പെടുന്ന പാറ, ജോസഫിൻ്റെ ദേവാലയം, അരുളപ്പാടിൻ്റെ ദേവാലയം എന്നിവയാണ് മുഖ്യ ആകർഷകമായിട്ട് നസ്രത്തിൽ കാണാനുള്ളത്. പള്ളിയിലൊക്കെ കയറി മെഴുകുതിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതിനുശേഷം അടുത്തുള്ള കടകളിലൊക്കെ ഒന്ന് കയറാമെന്ന് കരുതി. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. അത് ഇപ്പോൾ സമയം വൈകുന്നേരമായി. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ ബേക്കറിയിൽ കയറി. ഒരു ഗ്ലാസ് ചായയും ഇവിടുത്തെ എന്തോ പലഹാരമാണെന്ന് തോന്നുന്നു, ഞങ്ങൾ അതും വാങ്ങിക്കഴിച്ചു. എന്തായാലും ചായ അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പലഹാരം കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മധുരം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു, എന്നാലും ഓക്കെയാണ്. ഞങ്ങൾ അവിടെ പുറത്ത് ചെയറിട്ടിട്ടുണ്ടായിരുന്നു ബേക്കറിയുടെ മുന്നിലായിട്ട്. അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് പതുക്കെ ബസ് കയറി. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ ട്രാഫിക്കും ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ രാത്രിയാകുന്നതിന് മുന്നേ വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇതുപോലെ കുട്ടി കുട്ടി വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതിനോടൊപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. റൂമിലെത്തിയപ്പോഴേക്കും നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം കുറച്ച് ടൈറ്റുള്ള ഷൂ ആയതുകൊണ്ട് കാലിന് നല്ല ഉഗ്രം പണിയും കിട്ടി. അപ്പോൾ ബൈ, താങ്ക് യു.